മുണ്ടക്കെ ചൂരൽമല പുനരധിവാസത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഇന്ന് നടക്കും. നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി 24 പറഞ്ഞു. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കുകയാണ് വയനാട്ടിൽ. ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ വീടിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ ശിലാസ്ഥാപനം എന്ന് ആരംഭിക്കുകയാണല്ലേ? ഇന്ന് വൈകുന്നേരം ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് വൈകുന്നേരം തങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലൈൻ നിർവഹിക്കുകയാണ്. നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തിയാക്കണം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ചെയ്ത് തങ്ങളത് ഫൗണ്ടേഷൻ സ്റ്റോൺ ലൈൻ നടത്തുന്നതോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. പട്ടയഭൂമിയാണ്, എല്ലാവർക്കും മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ലാതെ അതിൻ്റെ റൈറ്റ് കൊടുക്കുകയും ചെയ്യും. നല്ല ടൗണിൻ്റെ അടുത്താണ്, പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ടൗണിൽ ലഭ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഹൗസിംഗ് കോളനിക്ക് ഒരു വീടുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആവശ്യമായ കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആദ്യം ഒരുമിച്ച് ചെയ്യാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് പിന്നെ കുറേ ഞങ്ങൾ കാത്തിരുന്നു. പിന്നെ അതൊരു പ്രഷറായി. അപ്പോൾ പാർട്ടി ചർച്ച ചെയ്തിട്ട് പിന്നെ നമ്മളുടേതുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ കാര്യമായതുകൊണ്ട് സർക്കാരിന് ആയിട്ട് അതിന് ഈ കാര്യങ്ങളിലൊന്നും ഒരു നിസ്സഹകരണമൊന്നുമില്ല. പല കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ ജനങ്ങൾ തീരുമാനിക്കുന്നത്, ഈ വീട് വേണ്ടിയവർ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് വേണം എന്ന് അപേക്ഷിച്ചവർ, ആവശ്യമുള്ളവർ, അവരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് ഗവൺമെൻറ് ഇപ്പോൾ എല്ലാവർക്കും വീട് കൊടുക്കുന്നില്ലല്ലോ. പുറത്ത് സ്ഥലമുള്ളവർക്ക് അവിടെ പോയി ഉണ്ടാക്കാനുള്ള അർഹത കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഒരു നിശ്ചിത ധനസഹായം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞങ്ങളിതിൽ ആൾ വന്നത്. ഈ വീടില്ലാത്തവർക്ക് വേഗം അത് ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയും നിലപാട്. സർക്കാരിൻ്റെ പദ്ധതിയോട് നിസ്സഹകരണമോ കാര്യമോ ഒന്നുമില്ല. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നല്ലോ. ആ ഒരു കാര്യത്തിൽ എല്ലാവരും സഹകരണമാണ്. ഞങ്ങളിതായിരിക്കും ഒരുപക്ഷെ സർക്കാരിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പദ്ധതി. ഈ മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പങ്കുവെക്കുന്നത്. സർക്കാരിന്റെ പദ്ധതി കൂടി അതിവേഗത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതെന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്യാമറമാൻ അബിദ് കലേക്കുമോ സമീർ ബിൻ കരീം, 24 മലപ്പുറം.